നെതിരെ ഇതാ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, എന്താണ്? ാണ് നടൻ ദുൽഖർ സൽമാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കൊച്ചി കസ്റ്റംസ് കമ്മീഷണർക്കെതിരെയാണ് ഹർജിയുമായി എത്തിയിരിക്കുന്നത്. കസ്റ്റംസിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്നതാണ് ദുൽഖർ സൽമാന്റെ ആരോപണം. ഇതിൽ ദുൽഖറിന്റെ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ കൂടുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നോട്ടീസും നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. തന്റെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം നൽകിക്കൊണ്ടാണ് ദുൽഖറിന്റെ ഹർജി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റംസ് നടപടി അത് നിയമവിരുദ്ധമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതായത് പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ കിട്ടണം. ഇതാണ് ദുൽഖർ സൽമാന്റെ ആവശ്യം. ആ ഹർജി ഓൺലൈനായി തന്നെ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം ഹർജി കോടതിയുടെ മുന്നിലേക്ക് വരും. അപ്പോഴായിരിക്കും ഇതിൽ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും കസ്റ്റംസിനോട് വിശദീകരണം തേടുക, അതിന്റെ വിശദാംശങ്ങൾ എത്തുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉടനൊന്നും ഒരു തീരുമാനത്തിലേക്ക് കോടതിയും ഇതിൽ പോകില്ല. പക്ഷേ ഇതിലൊരു നിയമ നടപടിയിലേക്ക് ദുൽഖർ സൽമാൻ കടന്നിരിക്കുന്നു. അല്ല ബിനിൽ, 2 വാഹനങ്ങളല്ലേ ദുൽഖറിന്റേതായ 2 വാഹനങ്ങൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അല്ലേ? ദിവിഷ, ദുൽഖറിന്റേതായി ഒരു ലാൻഡ് റോവർ അടക്കമുള്ള 2 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇത് 2ഉം ഏറെ പഴക്കമുള്ള വാഹനങ്ങളാണ്. പഴയ മോഡൽ ലാൻഡ് റോവർ ആണ് ഒന്ന്. അങ്ങനെ ഒരു ദുൽഖർ സൽമാന്റെ കയ്യിൽ ഉള്ള 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും മറ്റു ചില വാഹനങ്ങൾ കൂടി ദുൽഖറിന്റെ കൈവശമുണ്ട് എന്ന സംശയവും കസ്റ്റംസിനുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദുൽഖർ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, പക്ഷേ അപ്പോ ഈ നിലവിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ കൃത്യമായ രേഖകളൊക്കെ ദുൽഖർ കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞിരുന്നോ? ദുൽഖർ ഈ കേസുമായി ബന്ധപ്പെട്ട തന്റെ വാഹനത്തിന്റെ രേഖകളടക്കമാണ് കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കസ്റ്റംസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ പിടികൂടിയിരിക്കുന്ന പല വാഹനങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് രജിസ്ട്രേഷൻ അടക്കം സമ്പാദിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അതായത് വ്യാജരേഖകൾ ചമച്ചിട്ടാണ് എന്നതാണ് കസ്റ്റംസിന്റെ ഭാഷ്യം. ഇക്കാര്യത്തിൽ ഈ വാഹനങ്ങളുടെ രേഖകൾ അത് യഥാർത്ഥത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങളാണോ, നിയമവിരുദ്ധമായി കൊണ്ടുവന്നിട്ടുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹൈക്കോടതിയുടെ നടപടികളിലോടുകൂടി തന്നെ വ്യക്തമാകും. കാരണം ദുൽഖറിന്റെ കയ്യിലുള്ള രേഖകൾ കോടതി പരിശോധിക്കും. അതോടൊപ്പം തന്നെ കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് വരും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കസ്റ്റംസ് റെയ്ഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു നിയമ നടപടി കസ്റ്റംസിനെതിരെ വന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ദുൽഖർ സൽമാൻ തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ ഈ കസ്റ്റംസ് നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.